കാലവർഷം ആരംഭിക്കാനിരിക്കെ ദേശീയപാത രണ്ടാം റീച്ചിലെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശത്ത് വൻ അപകട ഭീഷണി. മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും ഇത് ഗതാഗതത്തെ ബാധിക്കുമെന്ന ആശങ്കയുമാണ് ഉയരുന്നത്. നിരവധി വീടുകളും ഈ ഭാഗത്ത് അപകട ഭീഷണിയിലാണ്. പ്രദേശവാസികളുടെ ആശങ്ക ഒഴിവാക്കുവാൻ അധികൃതർക്ക് സാധിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന ചെർക്കള മുതൽ ചട്ടച്ചാൽ വരെയുള്ള 8 കിലോമീറ്ററിലാണ് റോഡ് അപകടാവസ്ഥയിലുള്ളത്. കാലവർഷം ആരംഭിച്ചാൽ ഏതു നിമിഷവും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം. പ്രദേശത്ത് 200-ലധികം വീടുകൾ അപകട ഭീഷണിയിലാണ്. സർവീസ് റോഡില്ല, ഡ്രെയിനേജ് ഇല്ല, നിർമ്മാണം തികച്ചും അശാസ്ത്രീയവുമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. വിഷയത്തിൽ ജില്ലാ ഭരണകൂടം നിരവധി തവണ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയായും ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ചെറിയ മഴ പെയ്താൽ പോലും മണ്ണിടിയുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവിടുത്തെ പ്രവൃത്തി മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. കാലവർഷം ശക്തമാകുമ്പോൾ ഗതാഗതം നിരോധിച്ച് വഴിതിരിച്ചുവിടുകയാണ് പതിവ്. അതേസമയം പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം മണ്ണിടിച്ചിൽ ആശങ്ക പങ്കുവയ്ക്കുന്നു. നിർമ്മാണം തുടങ്ങിയതിന് ശേഷമുള്ള ഒരുപാട് കാലവർഷങ്ങളാണ് ഈ ഒരു കാലയളവിൽ വന്നുപോയത്. ഓരോ കാലവർഷവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതവും വളരെ ഭയാനകരവുമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാലവർഷത്തിൽ നമുക്കറിയാം, ഇവിടെ ഇന്ത്യയിൽ തന്നെ ഫുള്ള് ശ്രദ്ധേയമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഇവർ സിമെൻറ്റ് സോയിൽ നൈലിംഗ് ചെയ്ത ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീഴുകയും ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ ഒരു വാഹനം കടന്നു പോകാത്തതിനാൽ ജീവൻ രക്ഷപ്പെടുകയും ചെയ്തതാണ്. അതിനുശേഷം ഇവർ രണ്ട് സൈഡിലും പ്രൊട്ടക്ഷൻ വാൾ നിർമ്മിക്കാമെന്നേറ്റെങ്കിലും അതിൻ്റെ വർക്ക് ഒരു 100 മീറ്റർ പോലും പൂർത്തീകരിക്കാൻ അവർക്ക് കൊണ്ട് സാധിച്ചിട്ടില്ല. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് വിണ്ടുകീറലും ഈ മണ്ണിടിച്ചിലും ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. എല്ലാ കാലവർഷത്തും നടക്കുകയാണ്. നമുക്ക് പറയാം, ഇവർ നിർമ്മിച്ച റോഡിൽ തന്നെ വളരെ രീതിയിലുള്ള വിണ്ടുകീറൽ ഉണ്ടാകുന്ന സമയത്ത്, ഈ വാഹനം ഗതാഗതം നടന്നു പോകുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇവിടെ ഈ ഭാഗത്തുള്ള വാഹന ഗതാഗതം നിർത്തിവെക്കുകയും ആ ഒരു ബസ് ഗതാഗതം നിർത്തിവെക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോ കാലവർഷത്തിലും സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും കടന്നു വരാൻ പോകുന്നത്. വളരെ ഒച്ചയെന്ന വേഗത്തിലാണ് ഇത്രയും വലിയ വർക്ക് നടന്നു പോകുന്നത്. മറ്റേ നമുക്കറിയാം, തലപ്പാടി തുടങ്ങുന്ന റീച്ച് അവർ വർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഗതാഗതത്തിന് പൂർണ്ണമായും തുറന്നു കൊടുത്തെങ്കിലും ഈ ഭാഗത്ത് 4-5 വർഷങ്ങളായി ഇതിൻ്റെ ഒരു വർക്ക് ഒരു 50% പോലും പൂർത്തീകരിക്കാൻ ഇവരെ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 2 വശത്തും ചെർക്കള ടു ചട്ട ഏകദേശം 8 കിലോമീറ്ററുകൾ, കേരളത്തിൽ തന്നെ ഇത്രയും ഒരു ദൂരം 8 കിലോമീറ്ററോളം സർവീസ് റോഡും ഡ്രെയിനേജും ഇല്ലാതെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഈ ബേവിഞ്ച പ്രദേശത്ത് മാത്രമായിരിക്കും. നിരന്തരം ഞങ്ങൾ സമരം 2-3 വർഷമായി നിരന്തരം ഞങ്ങൾ സമരം ചെയ്യുകയും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെന്ന് നിരന്തരം അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയായിട്ടും ഇതിനൊരു പരിഹാരം സാധ്യമാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയുള്ള ഏക പ്രതീക്ഷ നമ്മുടെ പുതിയ ഗവൺമെൻറ്റിലാണ്. നമ്മുടെ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഇവിടുത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഇവിടുത്തെ 2 വശത്തും ഡ്രെയിനേജും സർവീസ് റോഡും നിർമ്മിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുമ്പോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ സർവീസ് റോഡ് ഇല്ലാത്ത മെയിൻ പ്രശ്നമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒരു മലയോര പ്രദേശമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ താമസമില്ല എന്നുള്ള രൂപത്തിലാണ് ഇവർ ആദ്യം ഇതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ 5000-ഓളം കുടുംബങ്ങൾ ഈ ചട്ടഞ്ചാൽ മുതൽ ചെർക്കളം വരെ താമസിക്കുന്നുണ്ട്. നമുക്കിതിലെ കയറിപ്പോകാനുള്ള സർവീസ് റോഡില്ല. ഉള്ള റോഡ് തന്നെ അശാസ്ത്രീയമായി പണിയെടുത്ത് വലിയ പ്രശ്നങ്ങളാണ്. വലിയ കട്ടിങ്ങുകളൊന്നും പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുന്നില്ല. വളരെ വെർട്ടിക്കലായി കട്ട് ചെയ്ത് ഇടിഞ്ഞു വീഴാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മാതിരിയുള്ള ഒരവസ്ഥയാണുള്ളത്. 30,000 കുട്ടികൾ പഠിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു സ്കൂളാണ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ കുട്ടികൾക്ക് ഇന്ന് ഹൈവേ ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു വഴിയുമില്ല. എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഞങ്ങളോടൊരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട് എന്നാണ് ഫസ്റ്റ് ടൈമിൽ ഞങ്ങളോട് പറഞ്ഞതും അവർ മെഗയുടെ എഞ്ചിനീയറൊക്കെ വന്ന് ഞങ്ങളോട് സ്ഥലങ്ങളൊക്കെ ചോദിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഇന്ന് അവരോട് അന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല എന്നാണ് അവർ പറയുന്നുള്ളത്. അതുപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള യു പി സ്കൂൾ പൊയിനാച്ചി 55 ഒരു യു പി സ്കൂൾ 1600 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് 600 വീടുകളുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ഒന്നും വരാനുള്ള ഒരു വഴിയും ഇല്ല. കഴിഞ്ഞ കാലവർഷത്തിൽ റോഡിടിഞ്ഞു താഴുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ മണ്ണിടിച്ചിൽ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു. മഴ വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതിന് എങ്ങനെ പരിഹാരം കണ്ടെത്താനാകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഇപ്പോഴും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഈ പ്രദേശത്ത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.
KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, ചെർക്കള.